ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, ദൈവത്തെ നാം സ്തുതിക്കുന്നത് സാത്താന് ഒരിക്കലും സുഖിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന, അതിന് വലിയ ഒരു താല്പര്യം കാണിക്കുന്ന വ്യക്തികളുണ്ട്, ഇതിനെ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ചില വ്യക്തികളെ എനിക്കറിയാം, അവർ ധ്യാനത്തിന് വിളിക്കുന്ന കാര്യം വരുമ്പോഴാണേലും ചിലർ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ കരിസ്മാറ്റിക് ധ്യാനമാണോ, സെമി കരിസ്മാറ്റിക് ആണോ, നോൺ കരിസ്മാറ്റിക് ആണോ? ഞാൻ അതിനകത്ത് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഈ സ്തുതിപ്പാണ് എന്നെനിക്കറിയാം. ഒരുപാട് സ്തുതിപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് കരിസ്മാറ്റിക് ധ്യാനം എന്ന് ചിലർക്കൊരു വിചാരമുണ്ട്. ഇനി അത് ഒരുപാടില്ലെങ്കിൽ ഒരു സെമി കരിസ്മാറ്റിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ നമ്മൾ ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നോൺ കരിസ്മാറ്റിക് ആയിട്ട് കാണുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഈ ദൈവസ്തുതിയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്, നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു രണ്ട് വ്യക്തികൾ, നന്മ ചെയ്തിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നവർ, പൗലോസും സീലാസും. ഒരു സാധു പെൺകുട്ടിയുടെ അശുദ്ധാത്മാവിനെ ഒഴിപ്പിച്ച് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവളെ വെച്ച് മുതലെടുത്തുകൊണ്ടിരുന്ന പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അവർ ഇവരുടെ മേൽ കുറ്റാരോപണം നടത്തി ജയിലടച്ചു. ഇങ്ങനെ ഒരവസ്ഥയിൽ ജയിലിൽ കിടന്നിട്ടും അർദ്ധരാത്രിയിൽ പൗലോസ് എഴുന്നേറ്റ് സീലാസിനെ വിളിച്ചിട്ട് പറയുകയാണ്, സഹോദര, നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാലോ? സീലാസും എഴുന്നേറ്റ് നല്ല മനസ്സോടെ, അതിനെന്താ, നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മളാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ നന്മ ചെയ്തിട്ട് കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ്, ഇനി എന്തിനാണ് ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ വന്നേനെ. ഇവർ നന്മ ചെയ്തിട്ടും കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ട് ആ ജയിലിൽ കിടന്നും അവർ അർദ്ധരാത്രിയിൽ ത്യാഗോജ്വലമായിട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി. നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയും സ്വാതന്ത്ര്യം പോലും അവർക്കില്ല. കാരണം കൈകാലുകളിൽ ചങ്ങല, അങ്ങനെ കാരാഗ്രഹത്തിനകത്ത്, ഇതെല്ലാം ഉണ്ടായിട്ടും ആ സാഹചര്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചു. എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി, വാതിൽ പറഞ്ഞു, കൈകാലുകളിലെ ചങ്ങലകൾ പൊട്ടിവീണു, അവർ സ്വതന്ത്രരായി. അവർ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തുന്ന രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 25 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഇതുപോലൊരു സ്തുതിപ്പ് ആരാധന ഇന്ന് നടന്നാലും ഇതുപോലത്തെ അത്ഭുതങ്ങൾ നടക്കാതിരിക്കുമോ? എങ്ങനെയെങ്കിലും നമ്മൾ നടത്താതിരിക്കുക, അതിനുള്ള പരിശ്രമമാണ് സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് സാത്താന് സുഖിക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിധത്തിൽ അവൻ നമ്മെ അതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും. ചില വ്യക്തികളിലൂടെ പറയപ്പെടുന്ന ചില കമൻ്റായിരിക്കാം, അതല്ലെങ്കിൽ ശരീരത്തിൽ ചില അനുഭവങ്ങൾ തന്നുകൊണ്ടായിരിക്കാം. ഞാൻ കേട്ടാണ് ഒരു സഹോദരൻ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് സ്തുതിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ സ്തുതിക്കാൻ കൈവെക്കുമ്പോഴേ ഒന്നുകിൽ എൻ്റെ ചെവിയുടെ അറ്റത്തോ താടിയുടെ അറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ ഒരു ചൊറിച്ചിൽ വരുക. അപ്പോൾ പിന്നെ ചൊറിയണമെങ്കിൽ ഞാൻ കൈ താത്തണം. ഞാനങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, പിന്നീട് എനിക്കൊരു ചിന്ത വന്നു, ഇവിടെ ഈ സമയത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ചൊറിച്ചിൽ, ഒരു പ്രലോഭനമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ദിവസം ഇതുപോലെ സ്തുതിപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തിന് ഇതേ അനുഭവം ഉണ്ടായി. ശരീരത്തിൻ്റെ അവിടെ ഇവിടെയെല്ലാം ചൊറിച്ചിൽ വരുന്നത് പോലെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഞാൻ കൈ താത്തുന്നില്ല, അങ്ങേറ്റം പോയാൽ ഞാൻ മരിച്ചു വീഴുമായിരിക്കും, ആയിക്കോട്ടെ, ഞാൻ ഏതായാലും ചൊറിയാൻ വേണ്ടി കൈ താത്തുന്നില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ആ മനുഷ്യന് പിന്നീട് അതുപോലത്തെ ഒരു അനുഭവം, ഒരു ചൊറിച്ചിൽ വന്നിട്ടില്ല. അപ്പോൾ ദൈവത്തെ ശരിക്കും സ്തുതിച്ചാരാധിച്ചാൽ നമുക്കുണ്ടാകാവുന്ന വിടുതൽ, പൗലോസിൻ്റെ സീലാസിൻ്റെ കൈകാലുകളിലെ ചങ്ങലകൾ പൊട്ടി വീണെങ്കിൽ ഇതുപോലത്തെ ബന്ധനങ്ങളൊക്കെ ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാൽ സംഭവിക്കും. സാത്താൻ അറിയാം, നമുക്കറിയില്ലെങ്കിലും സാത്താൻ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന സമയത്ത് ഈ അന്ധകാരശക്തിയുടെ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തികളിൽ നിന്നും അന്ധകാരശക്തികൾ ഓടി അകലുന്നത് കാണാൻ പറ്റും. ഇവിടെ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ലക്ഷ്യം നിറവേറ്റാതെ പോയാൽ നമ്മുടെ ജീവിതത്തിന് എങ്ങനെ അർത്ഥമുണ്ടാവും? യെശയ്യാ 43:20-21 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം അവരത് ചെയ്യുന്നില്ല. ഒരു പരാതി പരിഭവമായിട്ട് ദൈവം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് 23, 25, 26 വായിച്ചാലോ, നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, രോഗികളെ ഞാൻ സുഖപ്പെടുത്തും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല, അകാല മരണം നിങ്ങൾക്ക് സംഭവിക്കില്ല. ഇതിൽ ആർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന? ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവർക്ക്. ചെയ്യാതെ പോയാൽ ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെ. രണ്ടാമത്തെ കാര്യം, സ്തുതിയുടെ സൽഫലങ്ങൾ അവിശ്വസനീയമാണെന്നുള്ളത് ഏതാനും വചനഭാഗങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ പുറപ്പാട് 23 ഈ കാര്യങ്ങളെല്ലാം ഒരു പാക്കേജ് ഓഫ് ബ്ലെസ്സിങ് ആണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വർഷിക്കും നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ.
2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-14 വചനങ്ങൾ എടുക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തേജസ് ആലയത്തിൽ വന്ന് നിറഞ്ഞു. പുരോഹിതർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു തേജസ് ആലയത്തിൽ വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 47:8 മുതൽ വായിക്കുമ്പോൾ ദാവീദും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അതിരാവിലെ തന്നെ ഉണർന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന രംഗം, അവർ നിന്നിരുന്ന സ്ഥലം അതിരാവിലെ തന്നെ മുഖരിതമായി എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസ്തുതിയുടെ സൽഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ, സൽഫലങ്ങൾ അതിലൂടെ നമുക്കുണ്ടാവും. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് വചനം പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും സ്തുതിച്ചാൽ പോരാ, എങ്ങനെ സ്തുതിക്കണം എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കും. സങ്കീർത്തനം 47:7 വചനം, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവേൻ. പ്രഭാഷകൻ 43:30 വായിച്ചാൽ എല്ലാ കഴിവ് ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവേൻ. സങ്കീർത്തനം 66:1 വായിച്ചാൽ ഉപവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക. ആർപ്പ് വിളിക്കുന്ന ആ സ്വരത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. സങ്കീർത്തനം 150:5 വചനം, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ. ഇതിനൊക്കെ നമ്മൾ തയ്യാറാകാറുണ്ടോ? ഇതൊക്കെ നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങളാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവസാനമായിട്ട്, ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റാത്തത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 15-ാം അധ്യായം എടുത്താൽ മതി. 10-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനം സമ്പാദിച്ചവരിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉരുത്തിരിയുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവസ്തുതി. പക്ഷേ പാപത്തിന് അടിമയായ ശരീരത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കത്തില്ല, മലിന ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കത്തില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:4 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 15 പറഞ്ഞിരിക്കുന്നത്, പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. അവിടെ പാപം പരിത്യജിച്ച് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തയ്യാറാകാം. ഈ മേഖലയിൽ സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.